അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ മുകളിലോട്ട് പോവാണ് കേട്ടോ. ഒരു ട്രെയിനിൽ തന്നെയാണ് ജേണി വരാം. അതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റ്ഹോൺ ഹിൽസ് കാണാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് അതുപോലത്തെ ടിക്കറ്റ് കിട്ടും ഒരാൾക്ക്. ഞങ്ങൾക്ക് 2 പേർക്ക് ടിക്കറ്റിന് ഇവിടെ ഹാഫ് ഫെയർ കാർഡ് ഉള്ളതുകൊണ്ട് ഏകദേശം ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത് 96 സ്വിച്ചപ്പാണ്. ശരിക്കും വ്യൂ കുറവാണെന്നാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ പറഞ്ഞത്. ഈ മെറ്റ്ഹോൺ ഹിൽസിൻ്റെ വ്യൂ കുറവാണ്, കാരണം മഞ്ഞുമൂടി കിടക്കണം മൊത്തത്തിൽ. പക്ഷെ എന്തെങ്കിലും നമ്മളെന്തായാലും ഇതുവരെ വന്നതല്ലേ, ഇപ്പോൾ കാണാണ്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടോപ്പിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തു. കുട്ടിക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ, ടിക്കറ്റ് വേണ്ട. 6 വയസ്സാവുന്ന വരെ ടിക്കറ്റ് ഫുള്ളി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറിയിട്ട് കാണാം. നേരത്തെ കണ്ട പോലെയുള്ള വലിയൊരു കുതിരവണ്ടി വീണ്ടും ഇത് കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതുപോലെയുള്ള സീറ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സീറ്റെല്ലാം നേരെ വെച്ച് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ. ഫർമാറ്റിൽ നിന്ന് അടുത്ത ഗോർണഗ്രാറ്റ്സ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ടോപ്പ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടേക്കുള്ള ട്രെയിനാണ് കേട്ടോ. അതിന് ടിക്കറ്റ് എടുത്ത് സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ പോവുകയാണ്. ഓക്കെ, ട്രെയിൻ ഓൺ ടൈമിന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫുള്ള് ഇനി കയറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും മഞ്ഞ് വീണിങ്ങനെ അട്ടിക്ക് കിടക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടാണ് കിടക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും തോറും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരും. മഞ്ഞ് മാത്രമായി കാണാം, വെറും മരങ്ങളും മഞ്ഞും മാത്രം. നല്ല രസമുള്ള കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. ദൂരെ കാണുന്നതാണ് കേട്ടോ മെറ്റ്ഹോൺ ഹിൽസ്. ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് വ്യൂ കുറവാണെന്നാണ് നമ്മളോട് താഴെ നിന്ന് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പോവുകയാണ് കേട്ടോ. ട്രെയിൻ ഇങ്ങനെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴിയിലൂടെ. ഈ ഒരു മഞ്ഞിൻ്റെ ഇടയിലൂടെ ഈ ഒരു റെഡ് കളർ ട്രെയിൻ പോകുന്നത് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ ട്രെയിൻ പോകുന്നതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇതുപോലെയുള്ള കണ്ടോ, ആ വീടുകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഈ ഒരു ഡിസൈനിൽ അതിൻ്റെ മേലെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ്. ഈ ഒരു മലയുടെ താഴ്വാരത്ത് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന വീടുകൾ കാണുന്നതും പ്രത്യേക ഭംഗിയാണ്. ഈ പോകുന്ന വഴി ഒരുവിധം എല്ലാം ഞാൻ മൊബൈൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് ഒരു കാഴ്ച പോലും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഭൂരിഭാഗം എല്ലാ വ്യൂസും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് കാണാനായിട്ടും ഇവിടെ വരാൻ അവസരമുള്ളവർക്ക് നിർബന്ധമായി വന്ന് കാണാൻ ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഒരു വിഷ്വൽസ് പോലും ഞാൻ ഒഴിവാക്കാതെ ഇവിടെ ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവിടേക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളും സ്ലെഡ്ജിങ്, സ്കീയിങ് പോലെയുള്ള വിൻ്റർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്നോയിൽ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ആളുകളാണ് കേട്ടോ. സഞ്ചാരികളായി വരുന്ന ആളുകൾ, അതായത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ട്രെയിനിലുള്ള ഭൂരിഭാഗം ആളുകളും ഇത്തരം ആക്ടിവിറ്റീസിന് പോകുന്ന ആളുകളാണ്. കാരണം എല്ലാവരുടെ കയ്യിലും അതിന് വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സുകളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്തരം പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ.
ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നാണ്. കാരണം സ്കീയിങ് ആണെങ്കിലും സ്ലെഡ്ജിങ് ആണെങ്കിലും സ്കീയിങ് പ്രൊഫഷണൽസാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, പക്ഷെ സ്ലെഡ്ജിങ് ആർക്കും ചെയ്യാം. എന്തായാലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അത്തരം പരിപാടികളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാവരും ഇതും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമുക്കും ഒരാഗ്രഹം തോന്നും കേട്ടോ, ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ കണ്ടില്ലേ, മഞ്ഞിൻ്റെ അളവ് വളരെയധികം കൂടി, നല്ല കട്ട പിടിച്ച മഞ്ഞാണ് കേട്ടോ ചുറ്റും കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇവർ ഈ റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെക്കുന്നത്, അതായത് ട്രെയിൻ പോകുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, നമ്മുടെ ട്രെയിൻ പാളങ്ങൾ. കാരണം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്നോ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഈ പറയുന്ന റെയിലിൻ്റെ അല്ലെങ്കിൽ ഈ ട്രാക്കിൻ്റെ മുകളിലും വീഴും. സോ അപ്പോൾ അവരെങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അവരിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലാതെ നമുക്ക് ഈ റൂട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടില്ല. കാരണം അത്രയ്ക്കധികം മഞ്ഞാണ് രണ്ട് സൈഡിലും കെട്ടിക്കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് പാളത്തിലും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലും വരേണ്ടതാണ്. നമ്മളീ പോകുന്ന വഴികളിലൊക്കെ ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നെല്ലാം ആളുകൾ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അതായത് ഈ സ്കീയിങ്ങിനും അതുപോലെ തന്നെ സ്ലെഡ്ജിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ആണ് അവിടുന്ന് കയറുന്നത്. മിഡിൽ നിന്ന് സ്കീയിങ് ചെയ്യുന്നവരുണ്ട്, സ്ലെഡ്ജിങ് ചെയ്യുന്നവരുണ്ട്. അതായത് ഏറ്റവും ടോപ്പിൽ നിന്നല്ലാതെ ഈ പോകുന്ന വഴികളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കയറുന്നവരുണ്ട്, അവിടെ തന്നെ ഇറങ്ങുന്നവരുണ്ട്. അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിട്ടാണ് ഈ ഒരു സെർമാറ്റും ഗോണഗ്രാറ്റ്സും എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സ്ഥലം, പറയാതെ വയ്യ. ഇപ്പോൾ ഇതാ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ മഞ്ഞ് മാത്രമേ ഉള്ളൂ, മരങ്ങളുടെ സാന്നിധ്യം പോലും കാണുന്നില്ല. വളരെ റെയറായിട്ട് മാത്രം ചെറിയ ചെറിയ പുൽക്കൊടികൾ പോലെയുള്ള മരങ്ങൾ വളരെ അകലെ കാണുന്നുണ്ടെന്നല്ലാതെ നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ അടുത്തൊന്നും ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്കീയിങ് ചെയ്യുന്ന ആളുകളെ, ആ ഉറുമ്പ് പോലെ വരുന്നത് കണ്ടോ, അതെല്ലാം സ്കീയിങ് ചെയ്യുന്ന ആളുകളാണ്. അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഇവരുടെ. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നിപ്പോകും കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇത് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷേ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത കാരണം കൊണ്ട് അതിനുള്ളൊരു പ്രിപ്പറേഷനും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇനിയൊരു അവസരം ഇവിടേക്ക് വരാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഉറപ്പായിട്ടും സ്കീയിങ് ഓർ സ്ലെഡ്ജിങ് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെയൊരു കാര്യം മനസ്സിൽ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അത് ചെയ്യുന്നത്, കാണുന്നത് നല്ല രസമുണ്ട്. അപ്പം അത് ചെയ്യുന്നവരുടെ ഒരു ഫീൽ എന്തായിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മുടെ ട്രെയിൻ കേട്ടോ കയറിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോകുന്നത് കാണാനും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ ഈ ഒരു റെഡ് ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ കയറി ടോപ്പിലെത്തിയപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് കേബിൾ കാർസ് കാണാൻ ഇവിടെ കണ്ടോ, എന്ത് രസമല്ലേ കേബിൾ കാർസ് കാണാൻ. അപ്പോൾ ഇതിൽ ആ കേബിൾ കാർസിൽ പോകുന്നവരുടെ ഫീൽ എന്തായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാണ് ഫസ്റ്റ് കേബിൾ കാറിൻ്റെ ഒരു സ്റ്റേഷൻ വരുന്നത്. 2 ടൈപ്പ് കേബിൾ കാർ ഉണ്ട് കേട്ടോ ഇവിടെ.
ക്ലോസ്ഡ് ആയിട്ടുള്ള കേബിൾ കാറും ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറും ഉണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാർ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിരിക്കും അതിലെ യാത്ര. ഇതാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാർ. ഇതിപ്പോൾ ഭൂരിഭാഗം യൂസ് ചെയ്യുന്നത് സ്കീയിങ് ചെയ്യുന്ന ആളുകളാണ്. അവർ താഴെ പോയിട്ട് വീണ്ടും കേബിൾ കാർ വഴി മേലെ വരുന്ന, വീണ്ടും താഴോട്ട് സ്കീയിങ് വഴി പോവാം. ഇതാണ് ഇവരുടെ ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പായ ഗോർണഗാറ്റ് സ്റ്റേഷനിലേക്ക് എത്താൻ പോവാണ്. ഏകദേശം പീക്ക് എത്താറായി. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അവിടെ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഗോർണഗാറ്റ് സ്റ്റേഷനിലെത്തി ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ട്രെയിനിൽ. അതെല്ലാം സ്കീയിങ്ങിന് വന്ന ആളുകളും സ്ലെഡ്ജിങ്ങിന് വന്ന ആളുകളുമാണ്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഈ ഗോർണഗാറ്റ്സിൻ്റെ ഏറ്റവും പീക്കിൽ വരുന്ന ബിൽഡിങ്. അതിൽ ലിഫ്റ്റ് ഉണ്ട്, അതുവഴി നമുക്ക് അതിൻ്റെ ടോപ്പ് പോയി നടന്ന് താഴോട്ട് ഇറങ്ങി വരും. അതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി. സാധാരണ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു ആക്ടിവിറ്റി. മൊത്തം സ്നോ ആണ് കേട്ടോ. സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. നിലത്തും ഒക്കെ സ്നോ ആണ്. സ്നോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് സ്കീയിങ് ചെയ്യുന്ന സ്ഥലം. ആളുകൾ ഇവിടുത്തെ മറ്റേ സംഭവമില്ലേ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് മുകളിൽ കയറാൻ പറ്റും നമുക്ക്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇവിടെ ഒരു ഇൻഫർമേഷൻ ബോർഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇവിടുത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. മുകളിൽ ചെന്നാൽ ഇങ്ങനെയാണ് കേട്ടോ വ്യൂ. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പീക്ക് കേട്ടോ. ഇതുവരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുക. അതിൻ്റെ എൻഡാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത് ഏറ്റവും ടോപ്പെന്ന്. അപ്പോൾ ദേവുട്ടി ഇവിടെ സ്നോയിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള സ്നോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ താഴേക്ക് പോകുന്നില്ല. നല്ല കട്ടിയുള്ള സ്നോ ആണ്. കണ്ടില്ല, അവൾ വാരി എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തോന്നുന്നില്ലേ, നല്ല കട്ടിയുള്ള സ്നോ ആണ്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ പീക്കിൽ വരിക, ജസ്റ്റ് ഇവിടുത്തെ വ്യൂ കാണുക. പിന്നെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റഹോൺ മലനിരകൾ കാണുന്ന സമയത്താണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം കൊണ്ടേ അതൊന്നും കാണാൻ പറ്റില്ല. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. അതിന് കാരണം ഈ കാലാവസ്ഥയാണ് കേട്ടോ. ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ലോങ്ങിലോട്ടുള്ള വിഷൻ ഇല്ല. അതാണ് വിഷയം. മഞ്ഞിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞിങ്ങനെ എടുത്തു. വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ.
അതെന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിവിടെ സൂറിക്കിൽ ഉള്ള ഒരു തണുപ്പ് പോലും എനിക്ക് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കിയുള്ളവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കെന്താണെന്നാവും അത്ര അധികം ഒരു തണുപ്പ് ഫീൽ ചെയ്തില്ല കേട്ടോ. അതിന് പ്രധാന കാരണം കാറ്റില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ തണുപ്പ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക എപ്പോഴും കാറ്റ് വന്നടിക്കുമ്പോഴാണ്. കാറ്റ് ചെവിയിലടിക്കുമ്പോഴാണ് കൂടുതൽ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ താഴത്തേക്ക് നടന്നിറങ്ങി വന്നു കേട്ടോ. നമ്മൾ ട്രെയിൻ കയറിയ ആ ഒരു ലൊക്കേഷനിൽ തന്നെ എത്തി, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പീക്ക്. 3000 സംതിങ് ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. 3809 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേ. അല്ല, അതുപോലെ 10132 ഫീറ്റ്, അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. മാറ്റർഹോണിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. മാറ്റർഹോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മറ്റേ ഈ ടൊബ്രാനോ ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ മുകളിൽ കാണുന്ന ആ മല, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷേ ഇപ്പോൾ അതിന് വ്യൂ ഇല്ല, ഇതായ കാരണം, വിൻ്റർ ആയ കാരണം. പക്ഷെ നമ്മൾ ഇല്ല, വിൻ്റർ ഇല്ല, വ്യൂ ഇല്ല എന്ന് നമ്മളോട് താഴ്ത്തുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വന്നു, ഇതുവരെ വന്നതല്ലെന്ന് വെച്ചിട്ട് വന്നതാണ്. മാറ്റി ഇപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ ബാക്കിൽ. അതാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിന്. അപ്പോൾ നമ്മൾ ഇതിൽ തിരിച്ചു പോവാണ്. ഓക്കെ, നമ്മൾ ട്രെയിൻ കയറി തിരിച്ചു പോവാണ്. Und wünscht Ihnen eine angenehme Fahrt. Nächster Halt, Rotenboden. Zermatt, wishes you a pleasant journey. Next stop, Rotenboden. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ താഴത്തു നിന്ന് മറ്റൊരു ട്രെയിൻ കയറി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്യൂ ആണിത്. ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ വേറൊരു സ്റ്റേഷനിൽ കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ട്. അവിടെ നിന്നാണ് ഒരു കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സ്റ്റേഷനിൽ ഇറങ്ങാം. അടുത്തൊരു സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ളൊരു സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. സൂപ്പറാണ്, കണ്ടില്ലേ? സൂപ്പറല്ലേ വ്യൂ? അടിപൊളിയല്ലേ? ദേവിട്ടി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കളിയാണ് കേട്ടോ മഞ്ഞിൽ. അവൾക്ക് ഇവിടുന്ന് പോകാൻ തീരെ തോന്നുന്നില്ല, ഭയങ്കര ഇഷ്ടമായിരിക്കണം. മഞ്ഞിൽ കളിക്കണം. ഈ കാർട്ടൂണിലൊക്കെ ഈ മഞ്ഞിൽ കളിക്കുന്നതൊക്കെ കണ്ടിട്ടേ അവർക്ക് അതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അത്യാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. കുറേ നേരം ഞങ്ങൾ മഞ്ഞിൽ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ വരികയാണെങ്കിൽ വരേണ്ട സ്പേസാണ്. സൂപ്പറാണ്, അടിപൊളി. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങാൻ തോന്നിയത് നന്നായി കേട്ടോ. ദൈവാനുഗ്രഹം പോലെ നമുക്ക് മാറ്റർഹോണിൻ്റെ വ്യൂ ചെറുതായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ ഒന്ന് ക്ലിയറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വ്യൂ ഒരുവിധം ക്ലിയറായിട്ട് കിട്ടേണ്ട. എഡ്ജ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അതായത് മാറ്റർഹോണിൻ്റെ ടോപ്പിലുള്ള എഡ്ജ് മാത്രം കട്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല വ്യൂ നമുക്കിപ്പോൾ കാണുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല.
ഇപ്പോൾ ഒന്നും കൂടി വ്യക്തമായി കേട്ടോ. ടോപ്പില്ലാന്നുള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഒരു വെതറല്ല, ഒന്നും കൂടി ക്ലിയറായി. എന്തായാലും നന്നായിട്ടുണ്ട് കാണാൻ, അടിപൊളി. ആ സൂര്യപ്രകാശം ഈ മലയുടെ മുകളിലോട്ട് അടിക്കുമ്പോൾ നല്ല ഒരു ഷൈനിങ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മൗണ്ടൻസിലൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ മാറ്റർഹോൺ ഹിൽസിൻ്റെ ശരിക്കുള്ള വ്യൂ. എന്തായാലും ഓൾമോസ്റ്റ് ഒരു 90% വ്യൂ നമുക്ക് കിട്ടി. നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒന്നായിരുന്നു ഈ മാറ്റർഹോൺ ഹിൽസിൻ്റെ ടോപ്പ്, കാരണം താഴത്തു നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഒരുവിധം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. പോരുന്നതിന് മുമ്പ് തന്നെ വെതർ അത്യാവശ്യം ക്ലിയർ ആയതുകൊണ്ട് ഒരുവിധം നമുക്കത് കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരേണ്ടി വരുമെന്ന് വിചാരിച്ച സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ആവശ്യമില്ല ഇനി. എന്തായാലും ഓൾമോസ്റ്റ് നമുക്ക് നല്ല വിഷൻ മാറ്റർഹോൺസിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്വർഗം പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. എന്തായാലും അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ആ ഒരു വഴിയിലാണ്. പക്ഷേ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ ഒരു സ്ഥലം നമുക്ക് തന്നത്. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല കേട്ടോ ഈ ഒരു സ്ഥലം. അത്രയും മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ കേട്ടോ സർമാറ്റിൽ നിന്ന്. ഇനിയിപ്പോൾ ഒരു 4 ട്രെയിൻ മാറി, ഈ ട്രെയിൻ കഴിഞ്ഞ് 3 ട്രെയിൻ കൂടി കയറിയിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ടെത്താം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. സർമാറ്റിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.